ഈ ഒരു മൊമെന്റ് സത്യത്തിൽ ഒരു ട്രെയിലർ ലോഞ്ച് മാത്രമല്ല, ഇതൊരു സെലിബ്രേഷൻ ഓഫ് പെർസിവിയറൻസ് ആണെന്ന് ഞാൻ പറയും. ആൻഡ് ഈ ഇത്രയും കാലഘട്ടത്തിൽ, അതായത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അയ്യപ്പനും ഘോഷിയും കഴിഞ്ഞിട്ട് സച്ചിയേട്ടൻ ഡിസ്കസ് ചെയ്തൊരു സബ്ജക്റ്റായത്. അപ്പം അയ്യപ്പനും ഘോഷിയും കഴിഞ്ഞ സമയത്ത് ഞാൻ എപ്പോഴും കരുതിയിരുന്നു, ഇനി അങ്ങോട്ട് സച്ചിയേട്ടൻ്റെ പടങ്ങൾ മാത്രം ചെയ്താലെങ്കിലും മതി, വർഷത്തിൽ ഒരു പടമെങ്കിലും സച്ചിയേട്ടൻ്റെ കിട്ടുമല്ലോ. അത്രയും മനസ്സിൽ കൊണ്ടു നടന്നൊരു വ്യക്തിയാണ്. എൻ്റെ കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ സിനിമ തന്നെയാണ് അയ്യപ്പനും ഘോഷിയും. അങ്ങനെ ആ ജേണി ഞാനിപ്പോഴും ഓർക്കുന്നത്, സച്ചിയേട്ടൻ ആ സർജറിക്ക് പോകുന്നതിന് മുമ്പ് വിളിച്ചിട്ട്, എടാ നീ കുറച്ച് ജാപ്പനീസ് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചോ, വിലായത്തിൽ അത് ഉപയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് നിനക്കറിയാം അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്. പക്ഷേ ആ ജേണി ഈ 4 വർഷം ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പോയപ്പോൾ പോലും നിങ്ങൾക്കറിയാം, രാജുവിൻ്റെ ഉണ്ടായ ഒരു ആക്സിഡൻറ്റിനെ പറ്റി അറിയാം. ജയൻ നമ്പ്യാർ അനുഭവിച്ച ആ ഒരു വെയിറ്റിംഗ് പീരീഡ്, ഒരു ഡയറക്ടർ ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത്രയും നമ്മളധികം ഒരുപാട് സിനിമകൾ, രാജു ഒരുപാട് സിനിമകൾ കഴിഞ്ഞു, ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തു. പക്ഷേ എന്നിരുന്നാൽ പോലും സച്ചിയേട്ടൻ്റെ ഒരു ഡിവൈൻ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ട് ഇതിൽ. ആൻഡ് ഒരൊറ്റ ആളുടെ പെർസിവിയറൻസും ഉണ്ട്. ജയൻ നമ്പ്യാരെ ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരും ഒരുപാട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഈ പടത്തിൽ അദ്ദേഹം പല സമയത്ത് ഞാൻ കരുതിയിട്ടുണ്ട്, ഇത് റീവിസിറ്റ്, എത്ര പ്രാവശ്യമാണ് റീവിസിറ്റ് ചെയ്യുന്നത്, ഒരേ ഫുട്ടേജസ് പിന്നെയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഓരോ പ്രാവശ്യം റീവിസിറ്റ് ചെയ്യുമ്പോഴും മറ്റുള്ള എല്ലാ പടങ്ങളെക്കാട്ടിലും ഒരു എനർജി ഈ സിനിമ ഓട്ടോമാറ്റിക്കലി നമുക്ക് തരികയാണ്. പടം കണ്ടു കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ പറയട്ടെ, ഏറ്റവും ഇപ്പോൾ വേറെ പടങ്ങൾ ചെയ്യുന്ന സമയത്തും ഒരു സൈലൻ്റായിട്ട് ഈ പടത്തിൻ്റെ ആക്ടിവിറ്റീസും ഈ പടത്തിൻ്റെ പ്രോസസ്സും പോകുന്നുണ്ടായിരുന്നു സൈഡിൽ കൂടെ. അപ്പോൾ ഞാൻ ഇപ്പോഴും എൻ്റെ ടീമിനോട് പറയുന്നത്, സംതിങ് ഈസ് ഹാപ്പനിങ് ആൻഡ് ഐ എം ട്രൂലി ഹാപ്പി വിത്ത് വാട്ട്സ് ദ ഫൈനൽ പ്രോഡക്റ്റ്. ഞാൻ ഒരുപാട് തള്ളാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ബട്ട് ഐ തിങ്ക് അയ്യപ്പനും ഘോഷിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്നൊരു പടമായിരിക്കും വിലായത്ത് ബുദ്ധ എന്ന് ഞാൻ പറയുന്നു. ആൻഡ് ദ ഷിയർ എഫേർട്ട് ദാറ്റ് ദ ടീം ഹാസ് പുട്ട് ഇൻ. ആൻഡ് രാജു, ഐ ഹാവ് നത്തിങ്, യു ഗൈഡഡ് മീ ത്രൂ ഔട്ട് മൈ കരിയർ രാജു, ആൻഡ് ഐ എം സോ ഹാപ്പി ഐ കുഡ് ഡു ദിസ് വിത്ത് യു. നിങ്ങൾ പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഒരു പവർ ഹൗസ് പെർഫോമർ ഈ പടത്തിൽ കാണും. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, തിലകൻ ചേട്ടനെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ സീ ഷമി തിലകൻ in the fascinating form in the film. പിന്നെ ഞാൻ പറയേണ്ട ഒരു കാര്യം, ഉർവശി തിയേറ്റേഴ്സും സന്ദീപ് സേനനും സംഗീതും രഘു എല്ലാം ഈ പടത്തിൽ, as producers what they must have gone through. Just imagine, ഒരു പടം 4 വർഷമായിട്ട് ബാക്ക് ആൻഡ് ഫോർത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ, അവരുടെ എക്സ്പെക്ടേഷൻസ്, they can't go to another film. So and ഭയങ്കര എന്താ പറയുക, നമ്മൾ we all just took for this film and Jayan Bhai's vision. And I want you to all come and watch this in theaters and be entertained. Varsham, it's a very good way to close the year. And again, I would consider this as a celebration of perseverance. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു ട്രെയിലർ ലോഞ്ച് മാത്രമല്ല, ഇതൊരു 4 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഒരു ക്ലോഷർ ആണ്. And I'm so happy that I could be part of it. എൻ്റെ ടീം എല്ലാവരും ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. We are in the final leg of finishing the film to make you all ഒരു entertaining cinema. Thank you so much. Thank you.